ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങളുമായി അകന്നു നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ്. കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ആ ഒരു വ്യക്തിയുടെ നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന, നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത്. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിംഗ് കാണുക. ഫൂൾ, ഹീറോഫന്റ്, ഹൈ പ്രീസ്റ്റസ്, ജഡ്ജ്മെന്റ്, നൈറ്റ് ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്. ഇവിടെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ, അത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ജോബുമായി ബന്ധപ്പെട്ടതായിരിക്കാം. പുതിയ തുടക്കങ്ങൾ, പുതിയ യാത്ര, പുതിയ സന്തോഷം, സമാധാനം, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഹീറോ ഫെൻറ്റിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഒരു എല്ലാ കാര്യങ്ങൾക്കും അതായത് അവർക്ക് അവരുടേതായ ഒരു പാരമ്പര്യ രീതിയുണ്ട്. അതിനൊക്കെ വളരെയധികം ഒരു പ്രാധാന്യം കൊടുത്ത് ഇപ്പോൾ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ, അതല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഈ ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വളരെയധികം വിലയുള്ള ഒരു വാല്യൂ ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അതായത് മറ്റുള്ളവർ ഈ ഒരു വ്യക്തിയെ നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഞാൻ നല്ലതുപോലെ ഇരിക്കണം, എൻ്റെ ഒരു ഇമേജ് എങ്ങും അത് തകർന്നു പോകാനായിട്ട് പാടില്ല എന്നുള്ളൊരു ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ നമുക്ക് ഒരു ഹൈ പ്രീസ്റ്റസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പുറമേ കാണുന്ന പോലെയുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. ഇവർ മനസ്സിൽ പല കാര്യങ്ങളും ഒരു രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് രഹസ്യവും ഒരുപാട് കാലം മനസ്സിൽ സൂക്ഷിച്ചു വെക്കുവാനായിട്ടുള്ള ഒരു കഴിവും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു നിഗൂഢതയുടെ ഒരു എനർജിയൊക്കെയാണ് കിട്ടുന്നത്. നിഗൂഢമായ പല കാര്യങ്ങളും ആ ഒരു വ്യക്തി അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് എളുപ്പം മനസ്സിലാകണമെന്നില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം ശാന്തനായ നല്ലൊരു വ്യക്തിയായിട്ടാണ് ഇവരെ കാണുന്നത്. അത് കൂടാതെ തന്നെ ഒരു ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ഒരു തിരിച്ചറിവ്, അതായത് ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവൊക്കെ ഈ ഒരു അടുത്ത സമയത്തായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും ഇവർ മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മാറ്റേണ്ട ചില കാര്യങ്ങൾ മാറ്റി നിർത്തണം, അതുപോലെ കൂടെ കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങളെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയിലാണ് ഇവരെന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ ഒരു ആഗ്രഹം വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ പുതിയൊരു ബന്ധമായിരിക്കാം, അതല്ലെങ്കിൽ പുതിയൊരു ജോബായിരിക്കാം. എന്തോ ഒരു കാര്യം പുതുതായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നതായിട്ടും ആ ഒരു കാര്യത്തിലോട്ട് പോകുവാൻ ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതുതായിട്ടൊരു വ്യക്തി വന്നതായിരിക്കാം. പക്ഷേ നമുക്കിവിടെ കിട്ടുന്നത് അവർക്ക് ആ ഒരു താല്പര്യം അത് അവർ തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ പുതിയ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നതായിട്ടും, അപ്പോൾ ഇവർ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ചില വ്യക്തികളോട് തുറന്നു പറയുവാനൊക്കെ തയ്യാറായിട്ടിരിക്കുന്ന ഒരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു കിങ് ഓഫ് സോർഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം പല സമയത്തും ഒന്നിലധികം തവണ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടും, വീണ്ടും ഇവർ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന് നിങ്ങളോട് ചേർത്ത് നിന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ശേഷം അവർ വീണ്ടും അതേ ആ ഒരു സ്വഭാവ രീതി ആവർത്തിച്ചതായിട്ടാണ് കാണിക്കുന്നത്.
അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കിങ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തിയുടെ സ്നേഹം, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ്, ഇവരെ എങ്ങനെ വിശ്വസിക്കാം, അപ്പോൾ ഈ വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തിയാണോ എന്നതിനൊക്കെയുള്ള വ്യക്തമായ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രതീക്ഷയാണ് ഇവിടെ. അതായത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി വീണ്ടും നല്ല രീതിയിൽ വരും, അതല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി വരും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങളെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ നിങ്ങളുടെ എനർജി ഇവിടെ പാഴാക്കി കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി ഒന്ന് ചിന്തിക്കുക. അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേ രീതിയിൽ, ഈ ഒരു വ്യക്തി ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങളും ഈ ഒരു വ്യക്തിയോട് പെരുമാറുക. അതായത് ഇവരോട് പ്രതികാരം ചെയ്യാൻ പോകണം എന്നല്ല പറഞ്ഞത്, പകരം ഒരു ബൗണ്ടറി വെച്ച് മാറി നിൽക്കുക, നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോവുക. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ ഇവരുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ ഇവർ ഹാപ്പിയാണ്. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ, പുതിയ തുടക്കങ്ങൾ, ഫുൾ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, പുതിയ തുടക്കങ്ങളൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇവർക്ക് ഒരു താല്പര്യം വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.